മെഹറിന്റെ അടുത്ത് പോയിട്ട് ഇവരെന്തല്ല പറയുന്നത് വേറെ ഏതോ ലൊട്ടുണ്ട്. ഈ ഒരു സാധനം ചിലപ്പോൾ തൊപ്പിക്ക് വലിയൊരു ഹെയ്റ്റ് ഉണ്ടാക്കാൻ സാധ്യത ഉണ്ട്. എന്താ സംഭവം കാര്യം എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ആദ്യം വീഡിയോസ് ഒക്കെ ഒന്ന് കാണാം. പിള്ളേരെ വെച്ചിട്ട് ഇന്ന ഊക്കാൻ അടിച്ചു മൂന്നര പല്ല് ഞാൻ കൊയ്ക്കും. ഇജി കളിക്കണ്ട മോനെ, ഇജി കളിച്ച സ്ഥലം എനിക്ക് മാറിപ്പോയി. ഇജി എന്താണ് നായിന്റെ മോനെ പറഞ്ഞത്? മലപ്പുറത്തെ പിള്ളേര് തന്തല്ലാത്തവരാണെന്നോ? എന്റെ ചോദ്യം ഇതാണ്, തൊപ്പി എപ്പോഴാണ് മലപ്പുറത്തുകാരെ മൊത്തത്തിൽ മോശമായിട്ട് പറഞ്ഞത്? പുള്ളി ഇങ്ങനെ പറയുന്നുണ്ട്, പക്ഷെ തൊപ്പി ശരിക്ക് പറഞ്ഞത് തന്തക്ക് വർക്കാത്തവൻ. മെഹറിന്റെ അടുത്ത് പോയിട്ട് ഇവരെന്തല്ല പറയുന്നത് വേറെ ഏതോ ലൊട്ടുണ്ട്, വേറെ ഏതോ പാണ്ടിക്കാട് കുഞ്ഞാന്റെ കോപ്പി പോലത്തെ ഒരുത്തൻ ഇറങ്ങിയിട്ടുണ്ട്. ഇങ്ങനെ കുറച്ച് മലപ്പുറത്തുകാരെ പറയിപ്പിക്കാൻ വേണ്ടി മലപ്പുറത്ത് കുറച്ച് കാക്കമാരുണ്ട്. ഈ 2-3 ഉള്ളൂ ഇങ്ങനത്തെ തന്തക്ക് വറക്കാത്തമാര്. ഒരു നാണുമാരും ഇല്ലാണ്ട് വെറുതെ ഈ നീലക്കൊയിലിൽ ഒന്നിച്ച് കൂട്ടുപിടിച്ചിട്ട് ഇവരൊരു പാവം പെണ്ണിന്റെ അടുത്തേക്ക് പോയിട്ട് മറ്റേ വർത്താനം പറയുന്നത്. ഇങ്ങനെ കുറച്ച് മലപ്പുറത്തുകാരെ പറയിപ്പിക്കാൻ വേണ്ടി മലപ്പുറത്ത് കുറച്ച് കാക്കമാരുണ്ട്. ഈ 2-3 ഉള്ളൂ. അപ്പൊ തൊപ്പി മലപ്പുറത്തുകാരെ മൊത്തത്തിൽ പറഞ്ഞില്ല, മലപ്പുറത്തുകാരെ പറയിപ്പിക്കാൻ വേണ്ടിയിട്ട് ചില ആളുകളുണ്ട്. അതായത് ചില ആളുകൾ, അതിലൊരാൾ ഇയാളാണെന്നുള്ള രീതിയിലാണ് തൊപ്പി പറഞ്ഞത്. തൊപ്പി ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞപ്പം ആ വീഡിയോക്കെതിരെ റിയാക്ട് ചെയ്യുമ്പം ആ വീഡിയോയിൽ തൊപ്പി എന്താ പറഞ്ഞതെന്നുള്ളത് കാണിക്കാതെ ഈ ഷാജഹാൻ തന്നെ പറയുകയാണ് തൊപ്പി ഇങ്ങനെ പറഞ്ഞു, തൊപ്പി അങ്ങനെ പറഞ്ഞു, തൊപ്പി മലപ്പുറത്തുകാരെ പറഞ്ഞു എന്നുള്ള രീതിയിൽ ഷാജഹാന്റെ വീഡിയോയിൽ പറഞ്ഞു. ആൻഡ് തൊപ്പി ശരിക്ക് പറഞ്ഞത് എന്താന്നുള്ളത് വീഡിയോയിൽ വെക്കും ചെയ്തില്ല, പകരം താൻ ജസ്റ്റ് പറയുകയാണ് ചെയ്തത് ഇങ്ങനെ തൊപ്പി പറഞ്ഞു എന്ന്. എന്നിട്ട് ആ ഒരു വീഡിയോന്റെ താഴെ ചില കമന്റുകൾ ഞാൻ കണ്ടു. മലപ്പുറത്തുകാരെ പറയുന്നോ, അല്ലെങ്കിൽ മലപ്പുറത്തേക്ക് ഇനി തൊപ്പി വാ അപ്പ കാണിച്ചു തരാം, ആ രീതിയിൽ. അതായത് പുള്ളി നൈസായിട്ട് തൊപ്പിക്ക് ഹെയ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് മലപ്പുറത്തുകാരെ സപ്പോർട്ട് പിടിച്ചുകൊണ്ടാണ് ആ വീഡിയോയിൽ സംസാരിക്കുന്നത്. ശരിക്കും എന്താ തൊപ്പി പറഞ്ഞതെന്നുള്ളത് ആ വീഡിയോയിൽ വെക്കുക പോലും ചെയ്യാത്തതുകൊണ്ട് തന്നെ ഈ കാണുന്ന ആൾക്കാർ അവിടെ തെറ്റിദ്ധരിക്കപ്പെടുകയാണ്. എന്നിട്ടാണ് അങ്ങനത്തെ ഉള്ള കമന്റുകൾ വരുന്നതും തൊപ്പിക്കെതിരെ ഹെയ്റ്റുകൾ വരുന്നതും. നിങ്ങൾക്ക് തൊപ്പിക്കെതിരെ നിൽക്കണം എന്നുണ്ടെങ്കിൽ എതിരെ നിന്നു, പക്ഷേ മലപ്പുറത്തുകാരെ കൂട്ടുപിടിച്ചുകൊണ്ട് നൈസായിട്ട് തൊപ്പിക്ക് ഹെയ്റ്റ് കൂട്ടുന്ന പരിപാടി അത് ശരിയായിട്ട് തോന്നിയില്ല.